Hi everyone, welcome to SVK English classes. My name is Sunny Varki K. കെയർ ടേക്കർ, കെയർ ഗിവർ. ചിലരൊക്കെ തെറ്റായിട്ട് കെയർ ടേക്കർ എന്ന് വെച്ചാൽ വീട്ടിൽ നമ്മളെ സഹായിക്കാൻ അല്ലെങ്കിൽ നോക്കാൻ നിൽക്കുന്ന ആൾക്കാർ കെയർ ടേക്കർ, അത് തെറ്റാണ്. കെയർ ടേക്കർ അല്ല. കെയർ ടേക്കർ എന്ന് വെച്ചാൽ എ പേഴ്സൺ എംപ്ലോയ്ഡ് ടു ലുക്ക് ആഫ്റ്റർ എ ബിൽഡിംഗ് ഓർ ആനിമൽസ്. അതിന് വേറെ വാക്ക് ജാനിറ്റർ എന്ന് ഉപയോഗിക്കുന്നുണ്ട്, വാർഡൻ, വാച്ച്മാൻ എന്നൊക്കെ അർത്ഥമുണ്ട്. ഹി വർക്ക്സ് ആസ് എ കോളേജ് കെയർ ടേക്കർ, കോളേജ് ക്യാമ്പസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കെയർ ടേക്കറായിട്ട്. 2 lions escaped from their cage and killed their caretaker. കെയർ ടേക്കർ തന്നെ കൊന്നു എന്നവിടെ. ഈ മൃഗങ്ങളെയൊക്കെ നോക്കാനായിട്ട് മൃഗശാലയിലുള്ള ആൾക്കാർ കെയർ ടേക്കർ എന്ന് പറയും. ഹി കോൾഡ് ദ കെയർ ടേക്കർ ഓഫ് ദ ബിൽഡിംഗ് ഹു വെൻറ്റ് ഇൻ ടു ദ ഫ്ലാറ്റ് ടു ഫൈൻഡ് ഹെർ ബോഡി. അവിടെ ഒരു അത്യാഹിതം സംഭവിച്ചപ്പോൾ അവർ കെയർ ടേക്കറെ വിളിച്ചു. എന്നിട്ട് അവിടെ പോയിട്ട് ഒരു ബോഡി കണ്ടെത്തി എന്നാണ് അവിടെ പറയുന്നത്. ഇനി കെയർ ഗിവർ എന്ന് വെച്ചാൽ എന്നർത്ഥം someone who takes care of a person who is young, old, sick or differently abled. Some caregivers are family members, others are paid. Caregivers കൊച്ചുകുട്ടികൾ, സിക്കായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ, ഇവരെയൊക്കെ നോക്കാനായിട്ട് നമ്മൾ ആളെ വയ്ക്കും. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ മദർ സിക്കായിട്ട് നിൽക്കുമ്പോൾ നമ്മളായിരിക്കും ചിലപ്പോൾ അവരെ നോക്കുക. അപ്പം നമ്മളാണ് കെയർ ഗിവർ. അല്ലെങ്കിൽ പെയ്ഡായിട്ട് ഒരാളുണ്ടാവും, അതാണ് കെയർ ഗിവർ. വെൻ ഷീ ഗോട്ട് സിക്ക് ഹെർ ഹസ്ബൻഡ് ബിക്കെയിം ഹെർ കെയർ ഗിവർ. അവൾക്ക് സുഖമില്ലാണ്ടായപ്പോൾ ഹസ്ബൻഡ് ആ റോൾ എടുത്തു, അത്രേ ഉള്ളൂ. ഷീ ഹാസ് ബിക്കം എ കെയർ ഗിവർ ഫോർ ഹെർ മദർ ആൻഡ് ഫാദർ. Since I am away on my official duties very often, I have employed a caregiver for my ailing mother. ഇപ്പോൾ ഈ കെയർ ടേക്കറും കെയർ ഗിവറും ആ ഡിഫറൻസ് ഒരുവിധം ക്ലിയറായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇതേമാതിരത്തെ യു മേക്ക് യുവർ ഓൺ സെൻറ്റൻസസ് ഓർ സിറ്റുവേഷൻസ്. യു റീഡ് എ ലോട്ട് ആൻഡ് അണ്ടർസ്റ്റാൻഡ്.